ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ കാലുകളുടെ വർക്കൗട്ട് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഓരോ ദിവസവും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള വ്യായാമങ്ങൾ, ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ചെയ്യാവുന്ന വ്യായാമങ്ങൾ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ചെയ്യാവുന്ന വീട്ടിൽ ചെയ്യാവുന്ന എക്സസൈസുകൾ. അങ്ങനെ നമ്മുടെ ചാനൽ വഴി നമ്മൾ ദിവസേന മിക്കവാറും ഒക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ വ്യായാമത്തിന്റെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കാലുകളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്ന വ്യായാമങ്ങളാണ്. ഞാൻ ഇതിന്റെ പല പല രീതിയിലുള്ള വ്യായാമങ്ങൾ നേരത്തെയും ഒക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസുകളാണ്. അപ്പോൾ ഇന്ന് കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അല്പം കൂടെ ഇന്റൻസിറ്റി കൂടിയ എക്സസൈസുകളാണ്. അപ്പൊ നിങ്ങൾ ഈ ലഘുവായിട്ടുള്ള ഞാൻ കാണിച്ചു തന്നിട്ടുള്ള വ്യായാമങ്ങളൊക്കെ പരിശീലിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്ന വ്യായാമങ്ങൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. കൂടുതൽ സ്ട്രെങ്ത് നിങ്ങളുടെ കാലുകൾക്ക് കിട്ടാനുള്ള വ്യായാമങ്ങളാണ്. അപ്പം കൂടുതൽ വലിച്ചു കിട്ടാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസ്, നിങ്ങൾ ഇരുന്നുകൊണ്ട് ചെയ്യേണ്ട വ്യായാമങ്ങളാണ് കേട്ടോ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതേ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. അപ്പൊ ഞാൻ ഇന്ന് കാണിച്ചു തരുന്ന വ്യായാമങ്ങൾക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങളുടെ കാലുകൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ആപ്സിനും നല്ല എക്സസൈസുകളാണ് ഇതെല്ലാം. ഓക്കെ, അപ്പം നിങ്ങൾ ഇതേ കണക്കിരിക്കുക. അതിനുശേഷം കൈകൾ നിങ്ങൾ ഇതേ കണക്ക് നല്ല ബലമായിട്ട് തന്നെ കസേരയിൽ പിടിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മളൊന്ന് സൈക്കിൾ ചവിട്ടാൻ പോവുകയാണ്. ഓക്കെ, ഇതേപോലെ കണ്ടല്ലോ. വളരെ ഈസി ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണിത്. ഓക്കെ, ഇതേപോലെ നമുക്ക് ഒന്ന് സൈക്കിൾ ചവിട്ടാം കുറച്ചു നേരം. ഇത് നിങ്ങളുടെ കാലുകൾക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ആപ്സിന്റെ മസിൽസിനും നല്ല പ്രയോജനം ലഭിക്കുന്ന ഒരു എക്സസൈസ് ആണ്. ഓക്കെ, അപ്പം ഇതേ കണക്ക് നിങ്ങൾക്ക് ഈ ഒരു വ്യായാമം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതിന് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു സമയം ഒന്നും നോക്കണ്ട. കുറച്ചു നേരം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു തൈ മസിലൊക്കെ നല്ല രീതിയിൽ എഫക്റ്റ് ആയി തുടങ്ങും, നല്ല പെയിൻ ആയി തുടങ്ങും. ഓക്കെ, ഇതേപോലെ നിങ്ങൾ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നല്ല സ്ട്രെങ്ത് കിട്ടുന്ന എക്സസൈസ് ആണ്. ഇതേപോലെ നിങ്ങൾക്ക് ഈ വ്യായാമം ചെയ്യാം. നിങ്ങൾക്ക് മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അത്രത്തോളം ചെയ്യുക. ഓക്കെ, ഇത് കണക്കിരുന്നതിന് ശേഷം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇതേപോലെ കണ്ടോ, നൈസ്. കമോൺ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഇതേ കണക്ക് നിങ്ങൾ ഫസ്റ്റ് എക്സസൈസ് ചെയ്യുക. രണ്ടാമത്തെ വ്യായാമം എന്ന് പറയുന്നത് നിങ്ങൾ ചെയറിൽ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം നിങ്ങളുടെ കാലുകൾ ഇതേപോലെ ഉയർത്തി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. ഓക്കെ, ഞാൻ ഈ വെച്ചേക്കുന്ന കണക്ക്. അതിനുശേഷം നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതേപോലെ 1 2 3 4 5. ഈ കാല് ഇവിടെ തന്നെ ഹോൾഡ് ചെയ്യുക. ഓക്കെ, 6 7 8 9 10. അതിനുശേഷം അടുത്ത കാല് 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. ഈ ഒരു ഭാഗത്തെ മസിൽസ് നല്ല സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. ഓക്കെ, നിങ്ങൾ ഇതേ കണക്ക് ഒരു 10 എണ്ണം വെച്ച് 2 കാലിലും ചെയ്തതിന് ശേഷം ഒന്ന് റെസ്റ്റ് എടുക്കുക. ഒരു 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ കാലുകൾ ഉയർത്തുക. വീണ്ടും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ കാലുകൾ സ്ട്രെയിറ്റ് ആക്കുന്നു. ഇതേപോലെ ഈ ഒരു പൊസിഷൻ
നിങ്ങളൊരു ഒരാഴ്ചയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കാലുകൾക്ക് നല്ല പവർ കിട്ടുന്നതായിരിക്കും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കാലുകൾക്ക് ഇരട്ടി ശക്തി കിട്ടാൻ സഹായിക്കും. ഓക്കെ, മൂന്നാമത്തെ എക്സസൈസ് ഇതേപോലെ 2, 3, 4, 5, 6, 7. നിങ്ങളുടെ മുട്ട് ബെൻഡായി പോരുത്, ഇതേപോലെ തന്നെ ചെയ്യുക. ഓക്കെ, മാക്സിമം റെപ്പിറ്റേഷൻ നിങ്ങൾ ചെയ്യുക. 15ഓ 20ഓ നിങ്ങളെ കൊണ്ട് പറ്റുന്നിടത്തോളം നിങ്ങൾ ചെയ്യുക. ചെയ്തതിന് ശേഷം നിങ്ങൾ ഒന്ന് റിലാക്സ് ചെയ്യുക. ഒരു 10 മിനിറ്റ് 10 മിനിറ്റ് അല്ല 10 സെക്കൻഡ് റിലാക്സ് ചെയ്യുക. അതിനുശേഷം വീണ്ടും കാലുകൾ ഉയർത്തുക. ഒരു കാരണവശാലും കാലിന്റെ മുട്ടുകൾ ബെൻഡായി പോകരുത്. ഓക്കെ, അതിനുശേഷം വീണ്ടും ഇതേപോലെ 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇതേപോലെ ചെയ്യുക. നിങ്ങൾക്ക് ഈ മുട്ടുവേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവനങ്ങ് സൈഡിലോട്ട് മാറിപ്പോക്കോളും. മുട്ടുവേദനയൊക്കെ അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള, കാരണം ഫുള്ള് കാലിലെ മസിൽസ് സ്ട്രെങ്ത് ആവുകയാണ് ഈ ഒരു എക്സസൈസ് വഴി ചെയ്യുന്നത്. ഓക്കെ, എക്സസൈസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, എപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, വ്യായാമം ഇതേക്കുള്ള ചെയറിൽ ഇരുന്ന് ചെയ്യുന്ന സമയത്ത് നല്ല ബലമുള്ള ചെയർ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതേ കണക്ക് തന്നെ ഏതെങ്കിലും ഭിത്തിയുടെ സൈഡിലോട്ട് ഇതേ കണക്ക് ചെയർ ഇട്ടതിന് ശേഷം ചെയ്യുക. ഓക്കെ, വെറുതെ അപകടങ്ങൾ വിളിച്ചു വരുത്തരുത്. എപ്പോഴും നമ്മൾ വളരെ കെയർ ചെയ്തിട്ട് വ്യായാമങ്ങൾ ചെയ്യുക. ഓക്കെ, അടുത്ത എക്സസൈസിലോട്ട് പോവാം. ഇതേ കണക്ക് കാല് നിവർത്തി ഇതേ കണക്ക് ഇരിക്കുക. അതിനുശേഷം നിങ്ങളിങ്ങനെ കാലുകൾ ക്രോസ് ചെയ്യുക ഇതേപോലെ. നൈസ്. 5, 6, 7, 8, 9. സൂപ്പർ എക്സസൈസ് ആണ് കേട്ടോ. ഇതേപോലെ മാക്സിമം റെപ്പിറ്റേഷൻ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എഫക്റ്റീവ് ആണ്, വളരെ എഫക്റ്റീവ് ആണ്. അതിനുശേഷം ഒന്ന് റിലാക്സ് ചെയ്യുക, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. കമാൺ, ഇതേപോലെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഫൈനൽ എക്സസൈസ്. അപ്പൊ ഞാൻ ഒരു കാര്യം ആദ്യം ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ലഘുവായിട്ടുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്ത എക്സ്പീരിയൻസ് ആയതിനു ശേഷം ഇങ്ങനെയുള്ള എക്സസൈസിലോട്ട് കിടക്കുക എന്നുള്ളത്. ഓക്കെ, അല്ല നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് ചാടി കയറി നിങ്ങൾ ഇങ്ങനെയുള്ള വ്യായാമങ്ങളിലോട്ട് പോകരുത്. ഓക്കെ, ഞാൻ പറഞ്ഞത് അല്പം ടഫായിട്ടുള്ള എക്സസൈസ് ആണ്. കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നും, പക്ഷെ ടഫാണ്. മസിൽസിന് മൊത്തം നല്ല പെയിൻ അനുഭവപ്പെടും, കാരണം വളരെ എഫക്റ്റീവാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പെയിൻ ഒക്കെ നല്ല രീതിയിൽ അനുഭവപ്പെടുന്നത്. അപ്പം അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം ഇതേപോലെ സ്ട്രെയിറ്റ് ചെയ്യുക രണ്ട് കാലുകൾ. അതിനുശേഷം ഇതേപോലെ. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഓക്കെ, നല്ല എക്സസൈസ് ആണ്. നിങ്ങളുടെ ഹാംസ്ട്രിങ് മസിലും ആക്ടിവേഷൻ ആവുന്നുണ്ട്, തൈ മസിൽ ആക്ടിവേഷൻ ആവുന്നുണ്ട്. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾ ചെയ്യുക. അതിനുശേഷം ഒന്ന് റിലാക്സ് ചെയ്യുക 10 സെക്കൻഡ്. അതിനുശേഷം വീണ്ടും നമുക്ക് ഇതേ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം കാല്. അതുപോലെ തന്നെ ഈ കാല് മടക്കി ഇതേ കണക്ക് ഇവിടെ ക്രോസ് ചെയ്ത് വരണം. ആ സമയത്ത് നമ്മുടെ ഈ കാല് ഒരു കാരണവശാലും ബെൻഡായി പോരുത്. ഓക്കെ, ഇതേപോലെ 2, 3, 4, 5, 6, 7, 8,
9, 10, 11, 12. ഓക്കെ, ഇതേപോലെ നിങ്ങൾ ചെയ്യുക. നല്ല എക്സസൈസുകളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരേ സമയം തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തെ മസിൽസിനെ ടൈറ്റ് ചെയ്യും, അതിനൊക്കെ തന്നെ കാലുകളുടെ ആരോഗ്യവും വർദ്ധിപ്പിക്കും. ഓക്കെ, അപ്പം ഇനി അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും എന്നെ കൊണ്ട് പറ്റുന്ന കണക്കെല്ലാം ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ്. അപ്പം ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പം ബൈ.